ആർ ബിന്ദു ചികിത്സ തേടിയതും സ്വകാര്യ ആശുപത്രിയിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് മന്ത്രി മെഡിക്കൽ കോളേജ് ഉപയോഗിച്ചില്ല, അവിടെ പോയില്ല? സിസ്റ്റത്തിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി ആർ ബിന്ദു ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്? ഇതൊരു സാധാരണക്കാരന്റെ സ്വാഭാവികമായി വരുന്ന ചോദ്യമാണ്. അടുത്തത്, മുൻ മന്ത്രി ആന്റണി രാജു ചികിത്സ തേടിയതും സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ്. അപ്പോൾ ഈ മന്ത്രിമാരെല്ലാം സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ മെഡിക്കൽ കോളേജുകളെ ഒന്നും ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നവംബറിൽ തന്നെ മുഖ്യമന്ത്രി മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഇവിടെ പല ആശുപത്രികളിലും ഒന്നുമില്ലായിരുന്നല്ലോ. ഡോക്ടറില്ല, മരുന്നില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, ഇല്ല 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 എന്ന് പറയുന്ന നേരം വളരെ ദയനീയമായ അവസ്ഥയും നമ്മുടെ ആശുപത്രികൾ. ഇപ്പോഴോ സർക്കാർ ആശുപത്രികളുടെ മേന്മ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പറയുന്നവർ ചികിത്സ തേടേണ്ടത് സ്വകാര്യ ആശുപത്രികളിലാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാർ ആശുപത്രികളെ മന്ത്രിമാർക്ക് പോലും വിശ്വാസമില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പം എസ് ഹരികൃഷ്ണ തുടരുന്നുണ്ട്. ഹരി, ഈ വാതോരാതെ ഇങ്ങനെ മേന്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഈ പറയുന്നവർ തന്നെ പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ്. അപ്പോൾ ഇവർക്ക് ഈ വിശ്വാസമില്ലേ? സിസ്റ്റത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ മറിച്ചു പോകുന്നത്? മുഖ്യമന്ത്രി മുൻപുള്ള ആരോഗ്യ സംവിധാനത്തെ കാര്യമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം ഇപ്പോൾ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം മേന്മയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അടുത്തിടെ, ഒരുപാട് നാളായിട്ടില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹാരിസ് ഡോക്ടർ അവിടെ ഉപകരണങ്ങളില്ല എന്നുള്ള ഒരു പരാതി പറയുകയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തത്. ആരോഗ്യ സംവിധാനം അത്ര ചോദ്യം ചെയ്തത് ഹാരിസ് ഡോക്ടറുടെ ആ പ്രസ്താവനയാണ്. അതിനു പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ മറുപടിയായി പറയുന്നത് കേരളത്തിൽ ആരോഗ്യരംഗത്തിൻ്റെ നേട്ടങ്ങളാണ്. നേട്ടങ്ങൾ പറയണ്ട എന്നല്ല, നേട്ടങ്ങൾ പറയണം. പക്ഷേ നേട്ടങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് മന്ത്രിമാർ. നമ്മുടെ മന്ത്രിമാർ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ചികിത്സയ്ക്ക് പോവാം. പക്ഷേ കേരളത്തിൽ സർക്കാർ ആശുപത്രികളുണ്ട്, സ്വകാര്യ ആശുപത്രികളുണ്ട്. സർക്കാർ ആശുപത്രികളുടെ മേന്മ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ. കേരളത്തിൽ തന്നെ സ്വകാര്യ ആശുപത്രികളെയാണ് അവർ ആശ്രയിക്കുന്നത് എന്ന് ഓർക്കണം. ഹരി, അതേപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ എവിടെയാണ് പ്രശ്നം? ആരാണിതിന് പരിഹാരം കാണേണ്ടത്? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സിസ്റ്റത്തിനാണ് പ്രശ്നമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അതിനാണ്, ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് പരിഹരിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഒരു കാറിൻ്റെ എഞ്ചിനാണ് തകരാറെങ്കിൽ അത് പെയിൻ്റ് അടിച്ചതുകൊണ്ട് അതിൻ്റെ തകരാറ് പരിഹരിക്കില്ല. ആ കാറിൻ്റെ എഞ്ചിനാണ് തകരാറെങ്കിൽ ആ എഞ്ചിൻ വേണം, അതിൻ്റെ തകരാറ് വേണം പരിഹരിക്കേണ്ടത്. അതുപോലെ ഈ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മന്ത്രി സമ്മതിച്ചത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. മന്ത്രി അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ആ തകരാറ് വേണം പരിഹരിക്കാൻ. അത് ഇപ്പോൾ നമുക്കറിയാം, സിസ്റ്റത്തിന് തകരാറെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഈ 9 വർഷം കൊണ്ട് ഈ സിസ്റ്റം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് LDF സർക്കാരാണ്. അപ്പോൾ ഇത് പരിഹരിക്കേണ്ടതും LDF സർക്കാരാണ് ഇപ്പോൾ.